രോഗം ഭേദമായിട്ടും ബന്ധുക്കൾ ഏറ്റെടുക്കാനില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അനാഥരായ 21 പേരെ ഏറ്റെടുത്ത് പത്തനാപുരം ഗാന്ധിഭവൻ. ഇതിൽ 3 പേർ പേരുപോലും അറിയാത്തവരാണ്. മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും ഗാന്ധിഭവനിലേക്ക് മാറ്റി. പേർ അസുഖം ബാധിച്ച് കിടപ്പിലായവർ, അപകടം പറ്റി എങ്ങനെയോ മെഡിക്കൽ കോളേജ് വരെ എത്തിയവർ, ഉറ്റവരും ഉടയവരും ഇല്ലാത്തവർ, ഉറ്റവർ ഉപേക്ഷിച്ചു പോയവർ, സ്വന്തം പേരെന്തെന്നു പോലും അറിയാത്തവർ. ചികിത്സ വിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇറങ്ങുകയാണ്. കയറി ചെല്ലാൻ വീട് പോലൊരിടമൊരുക്കിയത് പത്തനാപുരം ഗാന്ധിഭവൻ. ചികിത്സ കഴിഞ്ഞിട്ടും ആരും കൂട്ടിക്കൊണ്ടു പോകാനില്ലാത്ത അജ്ഞാതരായ ആളുകളാണ് എല്ലാവരും. പല സംസ്ഥാനക്കാരുണ്ട്. അതിൽ തന്നെ 10 പേർ കിടപ്പ് രോഗികളാണ്. തീർത്തും പൂർണ്ണ പരിചരണം ആവശ്യമുള്ള കിടപ്പ് രോഗികൾ. അവരുടെ സംരക്ഷണവും അവരുടെ ചികിത്സ മറ്റു കാര്യങ്ങളെല്ലാം ഗാന്ധിഭവൻ തന്നെ നിർവഹിക്കുന്നതാണ്. ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവരെ ക്ഷമയോടെ പരിചരിക്കുന്ന ചിലരുണ്ട്. ചില നേരം അവർ മാത്രമാണ് ആരുമില്ലാത്തവന്റെ അഭയം. നമ്മൾ മുമ്പൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ നടതള്ളുന്ന പോലെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഈ ആരുമില്ലാത്ത രോഗികളെ കൊണ്ടിട്ടിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ വരുന്ന രോഗികൾ നമ്മളിവിടെ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും അവർക്ക് കൊടുത്ത് ഈ രോഗികളെ നന്നായിട്ട് നോക്കി ഇവരെ റീഹാബിലിറ്റേഷന് വേണ്ടി പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇവിടെ നിന്ന് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഏറ്റെടുക്കൽ. മന്ത്രി ആർ ബിന്ദുവും മെഡിക്കൽ കോളേജിലെത്തി. കഴിഞ്ഞ വർഷവും തത്തുല്യമായ രീതിയിൽ രോഗം ഭേദമായിട്ടും കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കാതിരുന്ന നിർഭാഗ്യവാന്മാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ഗാന്ധിഭവനിലും മറ്റ് ഹോമുകളിലും പുനരധിവസിപ്പിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. 16 പുരുഷന്മാരും 5 സ്ത്രീകളും ഉൾപ്പെടെ 21 പേരെയാണ് ഇന്ന് ഗാന്ധിഭവനിലേക്ക് മാറ്റിയത്. ഇനിയുമുണ്ട് അഭയം തേടി 20-ലധികം പേർ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.